ചാനലിലേക്ക് വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോഴേ ഇന്നത്തെ കാര്യം എന്ന് പറഞ്ഞാല് നമ്മുടെ കുട്ടികളൊക്കെ ഫേസ് ചെയ്യുന്ന ഇപ്പൊ നമ്മള് ഓൺലൈൻ ടീച്ചിങ് ആൻഡ് ലേണിംഗിലൂടെ കടന്നു പോവാണ് അല്ലെ. അപ്പൊ ഫേസ് ചെയ്യുന്ന വലിയൊരു പ്രശ്നമുണ്ട്. എന്താന്ന് ഇപ്പൊ ചിലപ്പോ മനസ്സിലായിട്ടുണ്ടാവും. അത് തന്നെ പ്രശ്നം ഇത് തന്നെ. എന്താണ്? ഇപ്പൊ നമുക്ക് പഠിക്കാന്ന് പറഞ്ഞാൽ ആദ്യം എന്താ കാര്യം എടുക്കേണ്ടത്? നമ്മുടെ മൊബൈൽ ഫോണാണ് അല്ലെ. അപ്പൊ അതെങ്ങനെ എടുത്ത് പഠിക്കാൻ വേണ്ടിയിട്ട് എന്നാല് ആ സുവോളജി ക്ലാസ് അല്ലെങ്കിൽ ഏതായാലും മാത്സ് ക്ലാസ് ഒക്കെ കണ്ടേക്കാന്ന് പറഞ്ഞിട്ട് നമ്മുടെ വിക്ടേഴ്സ് ഒക്കെ ഒന്ന് കയറി കാണാന്ന് വിചാരിച്ച് എടുത്തതായിരുന്നു. യൂട്യൂബിലേക്കൊക്കെ ഒന്ന് കേറിയതേ ഓർമ്മയുള്ളൂ അല്ലെ. അപ്പോഴാണ് നമ്മുടെ ആ ഒരു കോമഡി ഉണ്ടല്ലോ, അവരുടെ പുതിയ വീഡിയോ വന്നിട്ടുണ്ട് അല്ലെ, പുതിയ എപ്പിസോഡ് ഇറങ്ങിയിട്ടുണ്ടെന്ന് കണ്ടു. ജസ്റ്റ് ഒന്ന് എന്താ നോക്കിയിട്ട് നമുക്ക് വേഗം വിക്ടേഴ്സിലേക്ക് പോവാന്ന് വിചാരിച്ചതാണ്. പക്ഷേ അത് കുറച്ച് കണ്ടപ്പോ പിന്നെ 10-15 മിനിറ്റ് അത് മുഴുവന് കണ്ടേക്കാന്ന് വിചാരിച്ചു അല്ലെ. അങ്ങനെ അത് മുഴുവന് കണ്ടു. അപ്പോഴാണ് അടുത്ത ഒരെണ്ണം കണ്ടത്. പിന്നെ നമ്മൾ എന്ത് ചെയ്തു? അങ്ങനെ അങ്ങ് പോയില്ലേ. പിന്നെ നോക്കുമ്പോൾ ഏകദേശം 1 മണിക്കൂറോളായി നമ്മൾ ഇത് യൂട്യൂബിൽ കിടന്ന് കളിക്കുന്നുണ്ട്. പക്ഷേ എന്താണ് കാണേണ്ട? നമ്മള് കൈറ്റ് വിക്ടേഴ്സിലെ ക്ലാസ്സോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു ക്ലാസ് ഒക്കെ കാണാനായിരുന്നു അത് എടുത്തത്. അവിടേക്ക് നമ്മൾ ഇതുവരെ എത്തിയിട്ടില്ല. ഉണ്ടായിട്ടുണ്ടോ അങ്ങനത്തെ അനുഭവം? ഇനി ഇത് യൂട്യൂബ് അല്ല, മേ ബി ഫേസ്ബുക്കിലേക്ക് പോയതാവാം, അല്ലെങ്കിൽ ഈ പറയുന്ന നിങ്ങളുടെ എന്താണ് ഇൻസ്റ്റാഗ്രാം ആവാം, വാട്ട് എവർ ഇറ്റ് മേ ബി. വാട്സപ്പിൽ കൂടെ നോട്ട്സ് എടുക്കാൻ വേണ്ടിയിട്ട് ഫോൺ എടുത്തതായിരുന്നു വാട്സപ്പില്. അപ്പോഴാണ് ഫ്രണ്ട് അയച്ച ഒരു കാര്യം കണ്ടത്. അപ്പൊ അതുവഴി അങ്ങനെ പോയി ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് പ്രശ്നങ്ങളിൽ കൂടെയാണ് നമ്മുടെ കുട്ടികൾ ഇപ്പൊ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ചില കാര്യങ്ങള് നമ്മുടെ കുട്ടികൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ചില കാര്യങ്ങളാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത്. അപ്പൊ ഇങ്ങനെ വരുമ്പോഴുള്ള ഒരു പ്രശ്നം എന്താണെന്നറിയോ? നമ്മൾ ഈ പഠനത്തിന് പറഞ്ഞ് ലോങ് അവേഴ്സ് നമ്മൾ സ്പെൻഡ് ചെയ്യുന്നുണ്ട്. പക്ഷെ ഇത് മാത്രമല്ല, വേറെ പല പല കാരണങ്ങൾ കൊണ്ട് ആ ഒരു അത്രയും ടൈം നമ്മൾ സ്പെൻഡ് ചെയ്താലും അതിന്റെ ഗുണം നമ്മൾക്ക് കിട്ടുന്നില്ല. ഓക്കെ, അപ്പൊ അതിന്റെ കാരണം എന്താണ്? നമുക്ക് നമ്മുടെ ഫോക്കസ് നഷ്ടപ്പെടുന്നു, നമുക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പൊ അതുകൊണ്ട് സമയം ഇങ്ങനെ പോകുന്നുണ്ട് എന്നല്ലാതെ അതിനനുസരിച്ചുള്ള അതിന്റെ ഒരു ബെനിഫിറ്റ് നമുക്ക് കിട്ടുന്നില്ല. അപ്പൊ എങ്ങനെ നമുക്ക് ആ ഒരു പ്രശ്നം സോൾവ് ചെയ്യാം എന്നുള്ള കാര്യമാണ് ഇന്ന് ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുക. ഓക്കെ, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. ഓക്കെ, അപ്പോ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല അല്ലെ. പെട്ടെന്ന് നമ്മൾ ഡിസ്ട്രാക്റ്റഡ് ആയി പോകുന്നു. അതാണ് ഇപ്പോഴത്തെ ഒരു പ്രശ്നമുള്ളത്. അപ്പൊ ഞാൻ അത് സൂചിപ്പിച്ചു. നമ്മളിപ്പോ ആദ്യമൊക്കെ ആണെങ്കിൽ നമ്മൾ എന്താ പറയാ, പഠിക്കുമ്പോൾ ഫോണൊന്നും എടുത്ത് മാറ്റി വെച്ചോളൂ, അപ്പൊ പിന്നെ ആ പ്രശ്നം പോയി. ഇപ്പൊ എങ്ങനെ ഫോൺ മാറ്റി വെക്കാൻ പറ്റുമോ? ഒരു രക്ഷയില്ലേ. ഫോണില്ലാണ്ട് നമുക്ക് ഒരു വരി പോലും പഠിക്കാൻ പറ്റാത്ത അവസ്ഥയായില്ലേ. അപ്പൊ ഇനി എന്ത് ചെയ്യാൻ പറ്റുന്നുള്ളതാണ് നോക്കേണ്ടത്. സോ അപ്പൊ ഒന്നാമത്തെ കാര്യം തന്നെ ഇതാണ്. നമ്മൾ പറഞ്ഞു, നമുക്ക് ആ ഉപയോഗിക്കുന്ന സമയം അത് എത്ര കുറച്ചാണെങ്കിലും, പഠനത്തിന് വേണ്ടി നിങ്ങൾ നീക്കിവെക്കുന്ന സമയം എത്ര കുറച്ചും ആയിക്കോട്ടെ, ബട്ട് ക്വാളിറ്റി ടൈം, അതായത് അതിൽ ആ ഒരു എത്രത്തോളം നമ്മൾ അതിലേക്ക് മാത്രം നമ്മൾ ഫോക്കസ് ചെയ്തുകൊണ്ട് പഠനത്തിന് വേണ്ടി മാത്രം ആ ഒരു സമയം ഉപയോഗിക്കുന്നു. അപ്പൊ കുറച്ച് സമയമാണെങ്കിൽ പോലും നിങ്ങൾക്ക് അതിന്റെ ഗുണമുണ്ടാവും. അപ്പൊ നമുക്ക് അവിടെ ചെയ്യാനുള്ള കാര്യം, നമ്മുടെ ഡിസ്ട്രാക്ഷൻസ് ആണ് വില്ലനായിട്ട് നിൽക്കുന്നതിൽ. ഈസിലി ഗെറ്റ് ഡിസ്ട്രാക്റ്റഡ്. എല്ലാവരും പറയും ഗോ ആൻഡ് സ്റ്റഡി, അല്ലെങ്കിൽ ശ്രദ്ധിക്കുക, പഠിച്ച് ശ്രദ്ധിക്കുക, അത് കോൺസെൻട്രേറ്റ് ചെയ്യുക. ബട്ട് ഹൗ? അത് ആരും പറഞ്ഞു തന്നിട്ടുണ്ടായിരിക്കില്ല അല്ലെ. അപ്പൊ എങ്ങനെ ശ്രദ്ധിക്കാൻ കഴിയണം, എങ്ങനെ നമ്മുടെ ശ്രദ്ധ കൂട്ടാം, കോൺസെൻട്രേഷൻ കൂട്ടാം, എങ്ങനെ ഫോക്കസ്ഡ് ആവാം? അപ്പൊ ഒന്നാമത്തെ കാര്യം നമുക്ക് ഡിസ്ട്രാക്ഷൻസിനെ അവോയ്ഡ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് ഒന്നാമത്തെ പ്രശ്നം. അപ്പൊ ഡിസ്ട്രാക്ഷൻസ് പറയുമ്പോൾ അത് എന്തൊക്കെയാവാം? എക്സ്റ്റേണൽ പുറത്തുള്ള ഡിസ്ട്രാക്ഷൻസ് ആവാം, എൻവയോൺമെന്റൽ ആയിട്ടുള്ള കാര്യങ്ങളാവാം. ദെൻ നമുക്ക് ഇന്റേണൽ ഡിസ്ട്രാക്ഷൻസ് ആർ ഓൾസോ ദർ. പക്ഷെ നമ്മൾ അത്രത്തോളം അതിനെ കുറിച്ച് അവയുടെ അല്ല, അല്ലെങ്കിൽ ബോധയുടെ അല്ല എന്നുള്ളതാണ് സത്യം. അപ്പൊ എക്സ്റ്റേണൽ ഡിസ്ട്രാക്ഷൻസ് നോക്കുമ്പോൾ അതിൽ വരുന്ന എന്താ? നമ്മുടെ ഫോണിൽ വരുന്ന നോട്ടിഫിക്കേഷൻസ്, ഫോണിൽ വരുന്ന മെസ്സേജസ് തുടങ്ങിയ കാര്യങ്ങൾ. പ്ലസ് എന്താണ്? പഠിക്കാനിരിക്കുമ്പോഴായിരിക്കും ഞാൻ വളരെ പ്ലാൻ ചെയ്ത് പഠിക്കാൻ വേണ്ടി ഇരുന്നിട്ട് ഒരു 5 മിനിറ്റ് ആയിട്ടേലൂ അപ്പോഴേക്കും വീട്ടിൽ ആരെങ്കിലും വിളിച്ചു, നീ അതൊന്ന് എടുത്തിട്ട് വാ, അല്ലെങ്കിൽ ആ കാര്യം നീ ചെയ്യാൻ പറഞ്ഞതല്ലേ, നീ ഒന്ന് അങ്ങോട്ട് പോ, അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചു. ഇനി അതല്ല, അപ്പോഴാണ് ഫ്രണ്ട് ഒരു സംശയം ചോദിക്കാനായിട്ട് വിളിക്കുന്നു. അപ്പൊ അതൊരു പ്രശ്നമായില്ലേ. ടിവിയുടെ ശബ്ദം, അവിടെ വല്ലാതെ ടിവിയുടെ ശബ്ദം കേൾക്കുന്നു, ആരോ അവിടെ പാട്ട് വെച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ വല്ലാതെ എന്തെങ്കിലുമൊക്കെ അടുക്കി പെറുക്കുന്ന പാത്രങ്ങളുടെ എന്തെങ്കിലുമൊക്കെ ശബ്ദം. ഇതെല്ലാം നമ്മുടെ ഡിസ്ട്രാക്ഷൻസ് ആണ്. മിക്കവാറും നമ്മൾ വീട്ടിൽ തന്നെ ഇങ്ങനെ ഇരുന്ന് പഠിക്കല്ലേ. അപ്പൊ അതുകൊണ്ട് ചെറിയ കാര്യങ്ങൾ പോലും നമ്മളെ പെട്ടെന്ന് ഡിസ്ട്രാക്റ്റഡ് ആക്കും. സോ ആ ഡിസ്ട്രാക്ഷൻസ് നമുക്ക് എങ്ങനെ അവോയ്ഡ് ചെയ്യാം എന്നുള്ളത് നോക്കാം.
ഒന്നാമത്തെ കാര്യം നമുക്ക് എന്താ ചെയ്യാൻ പറ്റുകയെന്നറിയോ? നമ്മളെ കൊണ്ട് പറ്റുന്ന ഡിസ്ട്രാക്ഷൻസിൽ നിന്ന് നമ്മൾ തന്നെ ഒന്നങ്ങോട്ട് ഒഴിഞ്ഞു നിന്നേക്കാം. ടി വി ഒരാൾ വെച്ച് കാണുന്നുണ്ടെങ്കിൽ അവിടെ തന്നെ ഇരുന്ന് പഠിക്കണം നമ്മൾ വാശി പിടിക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. നമുക്ക് അതിന്റെ ശബ്ദം കേൾക്കാത്തടത്തേക്ക് മാറാം. അതോടൊപ്പം തന്നെ ആ കാണുന്ന ആളുടെ ശബ്ദമൊക്കെ ഒന്ന് കുറച്ച് വെക്കാം. നമുക്ക് പറയാവുന്നതല്ലേ ഉള്ളൂ. ഇതെ പിന്നെ വീട്ടിലുള്ള മറ്റ് ഫാമിലി മെമ്പേഴ്സ് അവരോട് നമുക്ക് പറയാം, ഇത് എന്റെ സ്റ്റഡി ടൈം ആണ്, ഞാൻ ഇപ്പൊ പഠിക്കാൻ പോവാണ്, സോ ഈ കാര്യങ്ങൾ പറഞ്ഞിട്ടൊന്നും എന്നെ വിളിക്കരുത്. അവർക്ക് യാതൊരു പ്രശ്നമില്ല. അതുകൊണ്ട് നിങ്ങൾ പഠിക്കാൻ പോകുന്ന പറയുമ്പോൾ അവർക്ക് സന്തോഷമുള്ളൂ. സോ അവരുടെ ഭാഗത്തു നിന്നുള്ള പ്രശ്നങ്ങൾ നമുക്ക് അവിടെ സോൾവ് ചെയ്തു. സിമിലർലി ഫ്രണ്ട്സിനോട് പറയാം, നമുക്ക് വിളിക്കുകയോ ചാറ്റ് ചെയ്യുകയോ ഒക്കെ നമുക്ക് ഇന്ന സമയത്താവാം, ഇന്ന സമയത്തൊക്കെ ഞാൻ പഠിക്കുകയാണ്. എന്താ അവരോട് പറഞ്ഞ പ്രശ്നം ഉണ്ടാവും? ഒരു പ്രശ്നമില്ല, പക്ഷെ നമ്മൾ പറയാറില്ല എന്ന് മാത്രം. ഓക്കെ, അപ്പൊ നമ്മുടെ എക്സ്റ്റേണൽ ഡിസ്ട്രാക്ഷൻസിന് ഇനി നമ്മുടെ കയ്യിലിരിക്കുന്ന ഈ മൊബൈൽ ഫോണിനെ എന്ത് ചെയ്യും? അല്ലെ, പഠിക്കാൻ എന്താണ് എല്ലാ കാര്യങ്ങളും അതിലാണ്. പക്ഷെ ഒരു കാര്യം കൂടെ അവിടെ പറയാണ്, നമുക്ക് അതില്ലാതെയും പഠിക്കാൻ പറ്റുന്ന സാഹചര്യങ്ങൾ ഉണ്ട് അല്ലെ. ഫുൾ ടൈം നമുക്ക് ഫോൺ യൂസ് ചെയ്യണമെന്നില്ല. അല്ലാതെ നമ്മുടെ ടെക്സ്റ്റ് നോട്ടൊക്കെ വെച്ചിട്ട് PDF പ്രിന്റ് എടുത്തതൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ വെച്ച് പഠിക്കാം. ഇനി ഫോൺ തന്നെ പറ്റുള്ളൂ എന്നാണെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എന്താ അറിയാം? നോട്ടിഫിക്കേഷൻസ് ഒക്കെ ഒന്ന് ഓഫ് ആക്കി ഇടാൻ പറ്റൂ അല്ലെ. സിമിലർലി നമുക്ക് ആവശ്യമില്ലാത്ത കുറെ ആപ്പുകൾ അതിൽ കയറിയിരിക്കുന്നുണ്ടാവും. ആ ആപ്പുകളാണ് പലപ്പോഴും പ്രശ്നം ഉണ്ടാക്കുന്നത്. അപ്പൊ നമുക്ക് അത്യാവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ ഒന്നുകിൽ നമുക്ക് തൽക്കാലത്തേക്ക് ഒന്ന് ലോക്ക് ചെയ്തിടാം. അതല്ല എങ്കിൽ തൽക്കാലം അതൊന്ന് അൺഇൻസ്റ്റാൾ ചെയ്താലും എന്താണ് കുഴപ്പമൊന്നുമില്ല. പിന്നീട് പരീക്ഷയൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് അതൊന്ന് ഇൻസ്റ്റാൾ ചെയ്തെടുക്കാം. പക്ഷെ ഇതൊക്കെ ചെയ്യണമെങ്കിൽ എന്ത് വേണം? നമ്മുടെ മനസ്സിൽ ആ ഒരു ബേണിംഗ് ആയിട്ടൊരു ഡിസയർ, അല്ലെങ്കിൽ നമുക്ക് കൃത്യമായ നമ്മൾ അത്രയും സ്ട്രോങ് ആയ ഡിസിഷൻ എടുക്കണം കേട്ടോ. എന്നാലേ നമുക്ക് ഇതൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, കാരണം ഫോൺ നമുക്കിപ്പോ ഒഴിവാക്കാൻ പറ്റാത്തൊരു സാഹചര്യം ആയതുകൊണ്ടാണ് ഈ പറഞ്ഞത്. അപ്പൊ ആ ഡിസ്ട്രാക്ഷൻസിന്റെ കാര്യങ്ങൾ നമുക്ക് അങ്ങനെ ചെയ്യാം. പിന്നെ ഈ നമ്മുടെ ഇന്റേണൽ ഡിസ്ട്രാക്ഷൻസിനെ കുറിച്ച് ഞാൻ പറഞ്ഞു അല്ലെ. അപ്പൊ അതിൽ നമുക്ക് ബയോളജിക്കലും സൈക്കോളജിക്കലും ഒക്കെ ആയിട്ടുള്ള കാര്യങ്ങൾ അതിൽ വരുന്നുണ്ട്. ബയോളജിക്കൽ എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല, നമുക്ക് പെട്ടെന്ന് സോൾവ് ചെയ്യാൻ പറ്റുന്ന വിശപ്പോ ദാഹമോ ബാത്റൂം കൊണ്ടോ തോന്നലോ അതൊക്കെ. അപ്പൊ അതൊക്കെ നമുക്ക് പഠിക്കുന്നതിന് മുൻപ് തീർത്ത് വെക്കാം. വേണമെങ്കിൽ ഒരു ബോട്ടിൽ ഓഫ് വാട്ടർ നമുക്ക് അടുത്ത്, ഒരു കുപ്പി വെള്ളം നമുക്ക് അടുത്ത് കൊണ്ടുവയ്ക്കാം. അപ്പൊ അതൊക്കെ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും. ദെൻ നമ്മുടെ വേറെ സൈക്കോളജിക്കൽ ഞാൻ പറഞ്ഞത് എന്താണെന്നറിയോ? ചിന്തിക്കുകയാണ് അല്ലെ, ഓവർ തിങ്കിങ്, അതുപോലെ തന്നെ അൺവാണ്ടഡ് തിങ്കിങ്, ചിന്തിച്ചിങ്ങനെ കാട് കയറി പോവാ. ദെൻ നമ്മുടെ ആൻഷ്യറ്റി, ടെൻഷൻ, ഇത്രത്തോളം എനിക്ക് പഠിക്കാൻ, ഞാൻ ഇതൊക്കെ എപ്പോ പഠിക്കും, ആ ചിന്തയുടെ ഒരു ഭാഗത്ത്. പക്ഷെ അതനുസരിച്ച് ടൈം അവിടെ പഠിക്കാൻ ഡെഡിക്കേറ്റ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് നമുക്കുള്ള പ്രശ്നം. ഓക്കെ, അപ്പൊ ഇത്തരം അനാവശ്യ ചിന്തകൾ, നമ്മൾ ചിന്ത കാട് കയറുന്നു എന്ന് തോന്നുമ്പോ നമ്മൾ തന്നെ അതിനെ എന്ത് ചെയ്യണം? അവിടുന്ന് നമ്മളെ മനസ്സിനെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റുക. അപ്പൊ അതിനുള്ള നമുക്ക് ഈ മൈൻഡ്ഫുൾനെസ്, യോഗ, മെഡിറ്റേഷൻ പോലെയുള്ള കാര്യങ്ങൾ ചെറിയ രീതിയിൽ, മൈൻഡ്ഫുൾനെസ് ഒക്കെ നിങ്ങൾക്ക് ആദ്യം 1 മിനിറ്റ് അല്ലെങ്കിൽ 5 മിനിറ്റൊക്കെ പ്രാക്ടീസ് ചെയ്തിട്ട് പിന്നെ കൂടുതലാക്കാം. അപ്പൊ നമുക്ക് ഈ കാട് കയറിയുള്ള ചിന്തകളൊക്കെ ഒന്ന് നിയന്ത്രിക്കാനൊക്കെ പറ്റും. ഓക്കെ, അപ്പൊ അതാണ് സൈക്കോളജിക്കൽ ആയിട്ടുള്ള ഈ പറഞ്ഞ ഡിസ്ട്രാക്ഷൻസ്. സോ ഫസ്റ്റ് നമ്മൾ ഡിസ്ട്രാക്ഷനെ കുറിച്ച് പറഞ്ഞു. ഇനി എന്തുകൊണ്ടാണ് നമ്മൾ ഡിസ്ട്രാക്ഷൻ, ഞാൻ മാത്രം എന്തെങ്കിലും പെട്ടെന്ന് ഡിസ്ട്രാക്റ്റഡ് ആയി പോകുന്നത്? എത്ര ലോങ് അവേഴ്സ് കുട്ടികൾ ഇരുന്ന് നന്നായിട്ട് പഠിക്കുന്നുണ്ടല്ലോ, അല്ലെങ്കിൽ എല്ലാവർക്കും മൊബൈൽ ഫോണൊക്കെ ഉപയോഗിച്ച് പഠിക്കുകയാണെങ്കിൽ അവരൊന്നും ഇപ്പൊ ഈ പ്രശ്നങ്ങളില്ല. എനിക്ക് മാത്രം പഠിക്കണം എന്നൊക്കെ ആഗ്രഹമുണ്ട്, എനിക്ക് മാത്രം എന്താ ഈ ഒരു പ്രശ്നം? അങ്ങനെയുള്ള ഒരു കാര്യം മനസ്സിലാക്കുക. അതിന്റെ റീസൺസ് എന്ന് പറയുന്നത്, ഒന്നാമത്തെ എന്താണ്? നമുക്ക് ഈ പറഞ്ഞ സെൽഫ് ഡിസിപ്ലിൻഡ് അല്ല, നമുക്ക് നമ്മളെ തന്നെ നിയന്ത്രിക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. അപ്പൊ അതിന് നമ്മൾ ആദ്യമൊക്കെ കോൺഷ്യസ് ആയിട്ടുള്ള നമ്മുടെ എഫേർട്ട് ഉണ്ടെങ്കിൽ തന്നെ അതിന് പറ്റുള്ളൂ. രണ്ടാമത്തെ, നമുക്ക് ഒരു ഡയറക്ഷൻ ഇല്ല എന്നുള്ളതാണ്. ഒരു ഡയറക്ഷൻ ഇല്ല. ഈ ഡയറക്ഷനും ഡിസ്ട്രാക്ഷനും നമ്മൾ പറയുകയാണെങ്കിൽ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ എന്ന് പറയാം. അതെന്താ? ഡയറക്ഷൻ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യുന്നില്ല? നമ്മൾ ഡിസ്ട്രാക്റ്റഡ് ആയി പോകുന്നില്ല അല്ലെ. കൃത്യമായ ഒരു ഫോക്കസോട് കൂടി നമ്മളൊരു കാര്യം ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുന്നില്ല? അത് ഡിസ്ട്രാക്റ്റഡ് ആയി പോകുന്നില്ല. ഇന്ന സമയത്ത് ഇന്ന സ്ഥലത്ത് എത്തണം, ഇന്ന കാര്യം ചെയ്യണം. അതല്ലാതെ എപ്പോഴെങ്കിലും ചെന്നാൽ മതി, എപ്പോഴെങ്കിലും ചെയ്താൽ മതി എന്നാകുമ്പോൾ ഡിസ്ട്രാക്റ്റഡ് ആയി പോകാനുള്ള സാധ്യതയും അവിടെ കൂടുതലാണ്. സോ ഒരു ഡയറക്ഷൻ ഉണ്ടാവുക എന്നുള്ളതാണ്. അതിനോടൊപ്പം തന്നെ കൂട്ടിച്ചേർത്ത് പറയേണ്ട ഒരു കാര്യമാണ്, നമുക്കൊരു ലക്ഷ്യം, അതൊരു ഗോള്. അപ്പൊ ഈ ഗോളൊക്കെ പറയുമ്പോൾ നിങ്ങൾ ഓഫീസിൽ ഇപ്പൊ ഗോൾ സെറ്റിംഗ്, ഞാൻ അവിടേക്ക് ഒന്നുമല്ല മക്കളെ പോകുന്നത്. നമുക്ക് ഷോർട്ട് ലോങ് ടേം ഗോൾസ്, അപ്പൊ ലോങ് ഒക്കെ അവിടെ നിൽക്കട്ടെ, ഞാൻ ഷോർട്ട് ടേമിനെ കുറിച്ചിട്ട് പറയുകയാണ്. ഓരോ ദിവസവും ഇപ്പൊ വേണ്ട, ഒരു ഹാഫ് ആൻ അവർ ഞാൻ പറയുന്നുള്ളൂ. ഹാഫ് ആൻ അവർ നിങ്ങൾ പിന്നെ പഠിക്കാൻ വേണ്ടി തീരുമാനിക്കുകയാണെങ്കിൽ, അപ്പൊ നിങ്ങൾ ഞാൻ ഈ ഒരു സമയം പഠിക്കാൻ പോവാണ്, അപ്പൊ ഈ ഒരു സമയത്തിനുള്ളിൽ ഞാൻ ഈ ഒരു ഭാഗമാണ് കംപ്ലീറ്റ് ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. സോ എന്ത് ചെയ്യാം? ആ ഒരു ഭാഗം കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ള ഒരു ലക്ഷ്യം നമുക്കുണ്ട്. അത് പൂർത്തീകരിച്ചിട്ടേ നമ്മൾ അവിടെ നിർത്തുന്നുള്ളൂ. അപ്പൊ ഒരു ചെറിയ ടോപ്പിക് ആണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ സെറ്റ് ചെയ്യുന്ന ഹാഫ് ആൻ അവർ അതിന് ഇനഫ്, ദാറ്റ്സ് ഇനഫ്.
ആ ഒരു പോർഷൻ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ അത്തരത്തിലുള്ള ഒരു ഗോൾ നമ്മൾ അത് വെക്കുമ്പോൾ, അതുപോലെ ഒരു പ്ലാൻ നമ്മൾ ഉണ്ടാക്കുമ്പോൾ, ഇതെല്ലാം നമ്മളെ ഡിസ്ട്രാക്ഷനിൽ നിന്നും എന്ത് ചെയ്യുന്നുണ്ട്, അത് ഡിസ്ട്രാക്ഷൻ ആവാതെ നമ്മളെ രക്ഷിക്കുന്നുണ്ട് അല്ലെ. നമ്മുടെ അതുപോലെ പാഷൻ, ഇത് നമ്മുടെ ഇൻട്രസ്റ്റ്. ഞാൻ കാണിച്ചിട്ടെ, നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു നേരത്തെ നിങ്ങൾ യൂട്യൂബ് എടുത്തിട്ട് നമ്മുടെ ഒരു ക്ലാസ് കാണാൻ പോകുമ്പോഴാണ് പുതിയൊരു വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ കണ്ടു, ഒരു തമാശ വീഡിയോ, കോമഡി അല്ലേ, അപ്പൊ ഞാൻ അങ്ങനെ കാണാൻ പോയി. പക്ഷെ നിങ്ങളിപ്പോ നിങ്ങളുടെ ഫ്രണ്ട്സിനോടൊക്കെ അറേഞ്ച് ചെയ്ത് കൃത്യമായിട്ട് സമയത്ത് ഒരു ഗെയിം കളിക്കാൻ വേണ്ടിയിട്ട് പോകുമ്പോഴാണ് ഈ ഒരു നോട്ടിഫിക്കേഷൻ വന്നത്. നിങ്ങൾ കണ്ടു, ഒരു ഇഷ്ടപ്പെട്ട പ്രോഗ്രാമിന്റെ നോട്ടിഫിക്കേഷനാണ് വന്നത്. എന്താ വിചാരിക്കുക, കളി കഴിഞ്ഞിട്ട് ഞാൻ ആ വീഡിയോ കണ്ടോളാന്നിരിക്കും. പക്ഷെ പഠിക്കാൻ പോകുമ്പോഴാണെങ്കിലോ ഈ നോട്ടിഫിക്കേഷനിൽ വന്ന വീഡിയോ കണ്ടിട്ടാവാം പഠിക്കാൻ പോവാന്നിരിക്കും. അത് തന്നെയാണ് ഡിഫറൻസ്. നമ്മുടെ ഇൻട്രസ്റ്റ് ആണ് അവിടെ വരുന്നത്. സോ അപ്പൊ ഇൻട്രസ്റ്റ് എങ്ങനെ ഉണ്ടാക്കാന്ന് വെച്ചാൽ എന്താണ്, നമ്മൾ ആ കാര്യം ചെയ്തില്ലെങ്കിൽ നമുക്ക് ഉണ്ടാകുന്ന നെഗറ്റീവ് കോൺസിക്വൻസസ് എന്തൊക്കെയാന്നുള്ളത് ജസ്റ്റ് ഒന്ന് ആലോചിച്ചോളൂ അല്ലെ. പഠിച്ചില്ല, പരീക്ഷയ്ക്ക് മാർക്ക് കിട്ടുന്നില്ല, നല്ല കോളേജ് അഡ്മിഷൻ കിട്ടുന്നില്ല, ഹയർ സ്റ്റഡീസ് അവിടെ പ്രശ്നമാകുന്നു, നല്ലൊരു ജോബ് എത്തുന്നില്ല, നല്ലൊരു സാലറി കിട്ടുന്നില്ല, നല്ലൊരു ലൈഫ് ഉണ്ടാകുന്നില്ല. ഓക്കെ, ഇത്രേ ഉള്ളൂ അല്ലേ. അതേപോലെ തന്നെ നമ്മൾ പഠിച്ച് ഡിസ്ട്രാക്ഷൻസിനെ ഒഴിവാക്കി ഞാൻ ഇപ്പൊ പഠിക്കുകയാണെങ്കിൽ എന്തൊക്കെ പോസിറ്റീവ് അല്ലെങ്കിൽ എന്തൊക്കെ ബെനിഫിറ്റ്സ് ആണ് എനിക്ക് ഉണ്ടാകാൻ പോകുന്നത്, ഈ ചിന്ത നിങ്ങൾക്ക് സ്വയം ചിന്തിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ വേറെ ഒരു പ്രശ്നമില്ല. നിങ്ങളെ ഡിസ്ട്രാക്റ്റഡ് ആക്കാൻ ആർക്കും കഴിയില്ല എന്നുള്ളതാണ് കാര്യം. ഇപ്പൊ നമുക്ക് ഈ ഒരു ഫോക്കസ് ചെയ്ത് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഞാൻ പറഞ്ഞു ആദ്യം ഹാഫ് ആൻ അവർ എന്ന് പറഞ്ഞു അല്ലെ. ആ ഹാഫ് ആൻ അവർ നിങ്ങൾ സെറ്റ് ചെയ്യുമ്പോൾ വേണമെങ്കിൽ നിങ്ങൾ ഒരു അലാറം വെച്ചോളൂ. അരമണിക്കൂർ നേരത്തേക്കാണ് ഞാൻ പഠിക്കുന്നത്, പഠിക്കാനുള്ള കാര്യങ്ങളൊക്കെ റെഡിയാക്കി വെച്ചു. തൊട്ടടുത്ത് നിങ്ങൾ ഒരു ഷീറ്റ് ഓഫ് പേപ്പർ വെക്കുക. എന്തിനാണെന്നറിയോ, നമ്മളിത് പഠിക്കാനിരുന്നിട്ടേ ബുക്കൊക്കെ തുറന്നു നോക്കുമ്പോൾ നമുക്ക് ഓരോ ചിന്തകൾ, അയ്യോ എനിക്ക് അത് നോക്കാണ്ടായിരുന്നല്ലോ, അത് ചെയ്യാനുണ്ടായിരുന്നല്ലോ, അവിടെ പോവാണ്ടായിരുന്നല്ലോ, അത് പറയാനുണ്ടായിരുന്നല്ലോ, ഇങ്ങനെ കുറേ ചിന്തകൾ നമ്മൾ വീട്ടിലെ. അപ്പൊ എന്തൊക്കെ ഡിസ്ട്രാക്ഷൻസ് ആണ് നിങ്ങളുടെ മനസ്സിലേക്ക്, എന്തൊക്കെ ചിന്തകളാണോ നിങ്ങളുടെ മനസ്സിലേക്ക് അപ്പൊ വന്നത്, അത് ആ ഡിസ്ട്രാക്ഷൻ ഷീറ്റിൽ ഒന്ന് എഴുതി വെച്ചോളൂ. എന്നിട്ട് ഹാഫ് ആൻ അവർ കഴിഞ്ഞിട്ട് നിങ്ങളുടെ പഠിത്തത്തിന്റെ സമയം കഴിയുമ്പോൾ നിങ്ങൾ അത് നോക്കുക. നിങ്ങൾക്ക് വന്ന ഡിസ്ട്രാക്ഷൻസ് എന്തൊക്കെയായിരുന്നു, അതിൽ എത്രത്തോളം ആവശ്യമുള്ളതാണ്, അത്യാവശ്യമുള്ളതാണ്, എന്നിട്ട് നമുക്ക് അതിനെ പരിഹരിക്കാൻ നോക്കാം. ഓക്കെ, അപ്പൊ ഹാഫ് ആൻ അവർ ആണെങ്കിൽ ഹാഫ് ആൻ അവർ. പിന്നെ ഇപ്പൊ ഒരുപാട് മണിക്കൂർ ഫോക്കസോടുകൂടി കോൺസെൻട്രേഷനോടുകൂടി പഠിക്കാൻ പറ്റുന്ന ആൾക്കാരുണ്ട് അല്ലെ. അങ്ങനെ അല്ലാത്തവരുടെ കാര്യമായിട്ടോ നമ്മൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഹാഫ് ആൻ അവർ പഠിത്തത്തിന് മാത്രമായിട്ട് നമ്മൾ അവിടെ നീക്കി വെക്കുകയാണ്. അത് പഠിച്ചു, അലാറം അടിച്ചു, അല്ലെങ്കിൽ നമുക്ക് ഹാഫ് ആൻ അവർ ആയി. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, ജസ്റ്റ് ക്ലോസ് യുവർ ബുക്സ്, നിങ്ങളുടെ ബുക്കൊക്കെ അടച്ചു വെച്ചു. ദെൻ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒരു ചെറിയ ബ്രേക്ക് എടുക്കാം. 5 to 10 minutes. 5 minutes is enough. If you need, you can take 10 minutes also. അപ്പൊ ആ ഒരു സമയത്ത് എന്താണ് നിങ്ങൾക്ക് അത്യാവശ്യമായിട്ട് ചെയ്യാൻ വേണ്ടിട്ട് ഇങ്ങനെ മുട്ടി നിൽക്കുന്ന കാര്യങ്ങളുണ്ടല്ലോ. യെസ്, അത് ബയോളജിക്കൽ മാത്രമല്ലല്ലോ ഉണ്ടായിരിക്കുക അല്ലെ. അപ്പൊ എന്താണ്, എനിക്ക് ഫോൺ അത്യാവശ്യമായിട്ട് എനിക്കൊന്ന് നോക്കാണ്ടായിരുന്നു, അല്ലെങ്കിൽ എനിക്ക് അത്യാവശ്യമായിട്ട് ഒരാളെ കോൾ ചെയ്യാണ്ടായിരുന്നു, അത്യാവശ്യമായിട്ട് എനിക്കൊരു മെസ്സേജ് അയക്കാണ്ടായിരുന്നു. അങ്ങനത്തെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ, അത് ചെയ്തേ പറ്റൂ, ഇനി അത് ചെയ്യാതെ ഞാൻ വീണ്ടും പഠിക്കാനിരുന്ന് എനിക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെയൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു കാര്യം അവിടെ ചെയ്യാം. അതോടൊപ്പം തന്നെ കുറച്ച് സമയം എണീറ്റ് നടക്കാം, ആരോടെങ്കിലും ഒന്ന് വീട്ടിലുള്ള സംസാരിക്കാം, വെള്ളം കുടിക്കാം, അങ്ങനത്തെ എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ യു ക്യാൻ ഡു ഇറ്റ്. ഓക്കെ, ആ ഒരു ബ്രേക്കിൽ ചെയ്യാം. എഗെയിൻ യു സെറ്റ് ടൈം, ഒരു ഹാഫ് ആൻ അവർ, 40 minutes, വാട്ട് എവർ ഇറ്റ് മേ ബി, യു ക്യാൻ സെറ്റ് ദ ടൈം. എന്നിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നെക്സ്റ്റ് സെഷൻ സ്റ്റാർട്ട് ചെയ്യാം. അങ്ങനെയുള്ള ചെറിയ ചെറിയ സെഷൻസ് പ്ലസ് ചെറിയ ചെറിയ ബ്രേക്കുകൾ കൊടുത്തുകൊണ്ട് ബോറടിക്കാതെ ഫോക്കസ് നഷ്ടപ്പെടാതെ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. അതാണ് ഇപ്പൊ ഡിസ്ട്രാക്ഷൻസ് ആണ് അവിടെ മെയിൻ പ്രശ്നമായിട്ട് വരുന്നത്. പിന്നെ ഞാൻ പറഞ്ഞ ഇൻട്രസ്റ്റും. ഇനി നിങ്ങൾക്ക് അതോടൊപ്പം ചെയ്യാൻ പറ്റുന്ന കുറച്ച് അഡീഷണൽ ടിപ്സ് കൂടി ഞാൻ പറയുകയാണ്. ഒന്ന്, ഒരു പ്ലാൻ, നിങ്ങൾ എപ്പോഴും ഒരു ഷെഡ്യൂൾ ഉണ്ടാക്കണം. ഒരു ദിവസം രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ ഞാൻ ചെയ്യേണ്ട ആ ഒരു കാര്യങ്ങൾ, നിങ്ങൾക്ക് ഇപ്പൊ മെയിൻ ആയിട്ട് പഠിത്തമല്ലോ, അപ്പൊ അതൊന്ന് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒന്ന് ഷെഡ്യൂൾ ചെയ്തോളൂ. ഇത്ര മണിക്ക് ഇത്ര സമയത്തൊക്കെ പഠിക്കാന്നുള്ളത് ടൈം ടേബിൾ ഒക്കെ മേ ബി നിങ്ങൾ സെറ്റ് ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, അപ്പൊ അതിനോട് സ്റ്റിക്ക് ഓൺ ചെയ്യാൻ ശ്രമിക്കുക. അത് ഉണ്ടാക്കി അവിടെ വെക്കില്ല, അതിനോട് സ്റ്റിക്ക് ഓൺ ചെയ്തിട്ട് അതിനെ തെറ്റിക്കാത്ത രീതിയിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോകുക. ദെൻ ഈ പറയുന്ന രീതിയിൽ നമ്മൾ മെഡിറ്റേഷനും മൈൻഡ്ഫുൾനെസ്സും ഒക്കെ പ്രാക്ടീസ് ചെയ്യുക. എക്സസൈസ് ക്യാൻ ഡു വണ്ടേഴ്സ്. എന്താ പറയുക, എക്സസൈസ് ചെയ്യുക. നമ്മുടെ ആകെയുള്ള കളികൾ ഫോണിൽ മാത്രം, അത് മാറ്റിയിട്ട് പകരം പുറത്തുള്ള കളികൾ കളിക്കാം. ഇപ്പൊ പുറത്തോട്ട് പോയി കളിക്കാൻ പറ്റില്ലെങ്കിൽ പോലും വീടിന്റെ മുറ്റത്ത് കളിക്കാവുന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ കളിക്കാം. ദെൻ എക്സസൈസുകൾ ചെയ്യാം നമ്മുടെ ബോഡിക്ക്. അത് തീർച്ചയായിട്ടും ബോഡിക്കും ബ്രെയിനും മൈൻഡിനും ഒക്കെ അത് ഉണർവ് നൽകുന്ന ഒന്നാണ്. സോ മിനിമം ഹാഫ് ആൻ അവർ എങ്കിലും ഡെയിലി നമ്മൾ അതിനായിട്ട് മാറ്റിവെക്കുക. നല്ല ഭക്ഷണം,
നല്ല ഭക്ഷണം എന്ന് പറയുമ്പോൾ ഹെവി ഫുഡ് കഴിച്ചിട്ട് കിടന്നുറങ്ങാനുള്ള ടെൻഡൻസി വരും. അങ്ങനെയല്ല, നമുക്ക് വേണ്ട ന്യൂട്രിയൻസ് ഒക്കെ ഉള്ള പോഷക സമൃദ്ധമായ നല്ല ഫുഡുകൾ കഴിക്കുക, സ്പൈസി ഓയിലൊക്കെ ഒന്ന് കുറയ്ക്കുക, ദെൻ നന്നായി വെള്ളം കുടിക്കുക, നന്നായിട്ട് ഉറങ്ങുക, എക്സസൈസ് ചെയ്യുക. ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും നമ്മൾ കൃത്യമായിട്ട് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നോ ഡൗട്ട്സ് ഡിയേഴ്സ്, നിങ്ങൾക്ക് നന്നായിട്ട് പഠിത്തത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല. അപ്പൊ നമ്മുടെ വില്ലന്മാർ, പിന്നെ ഈ ഫോണൊക്കെ വല്ലാതെ ഉപയോഗിക്കുന്നവരുടെ ഒരു കാര്യം കൂടി ഞാൻ പറയാം. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയ ഒരു കാര്യമാണ് എന്താന്ന് വെച്ചാല്, ഈ ഫോണില് ഏത് കാര്യത്തിനാണ് നിങ്ങൾ കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുന്നത് എന്നുള്ള കാര്യം നിങ്ങൾക്ക് തന്നെ കണ്ടെത്താം. ഇപ്പൊ ഞാൻ വാട്സപ്പിലാണോ കൂടുതൽ സമയം കളയുന്നത്, അതോ ഫേസ്ബുക്കിലാണോ, അതോ യൂട്യൂബിലാണോ, അതോ ഇൻസ്റ്റയിലാണോ, ഏതാണ് എന്നെ ഇങ്ങനെ അതിലിങ്ങനെ പിടിച്ചിരുന്നത് എന്ന് കണ്ടെത്തിയിട്ട് അതൊന്ന് നമുക്ക് സെൽഫായിട്ട്, ഞാൻ പറഞ്ഞ ആവശ്യമില്ലാത്തതാണ് നമുക്ക് അത് അൺഇൻസ്റ്റാൾ ചെയ്യാം അല്ലെ. ഇപ്പൊ ഇപ്പൊ അത്യാവശ്യമുണ്ടോ ഇല്ല, ഫേസ്ബുക്ക് അത്യാവശ്യമുണ്ടോ ഇല്ല, അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ അൺഇൻസ്റ്റാൾ ചെയ്യാം. നമുക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾക്ക് പ്രിയോറിറ്റി കൊടുക്കുക, പ്രാധാന്യം കൊടുക്കുക. അല്ലെ, ഒരുപാട് കാര്യങ്ങൾ മനസ്സിൽ വരുന്നുണ്ടെങ്കിൽ അതിലിപ്പോ ഏറ്റവും പ്രാധാന്യം ഏതാണോ അത് ചെയ്യുക. അല്ലെ, ഇപ്പൊ നമുക്ക് ഏറ്റവും പ്രാധാന്യം എന്താണ്, പരീക്ഷയും പഠിത്തമാണ്. സോ അതിനെ ഫോക്കസ് ചെയ്യുക. അതുപോലെ തന്നെ മൾട്ടി ടാസ്കിങ് ഒഴിവാക്കുക. ഒരേ സമയം തന്നെ ഞാൻ അതും ചെയ്യും ഇതും ചെയ്യും മറ്റേത് ചെയ്യും, അത് വേണ്ട. നമ്മൾ ചെയ്യുന്ന കാര്യത്തിന് 100% ഫോക്കസ് ചെയ്തുകൊണ്ട് നമ്മുടെ ഫുൾ അറ്റൻഷൻ അതിന് കൊടുത്തുകൊണ്ട് ആ കാര്യം മാത്രം ചെയ്യുക. അതാണ് ആ മൾട്ടി ടാസ്കിങ് ഒഴിവാക്കുക എന്ന് ഞാൻ പറഞ്ഞത്. അപ്പൊ അങ്ങനെ ആകുമ്പോൾ തന്നെ നമ്മുടെ ചെയ്യുന്ന കാര്യത്തിലേക്ക് നമ്മുടെ ഫോക്കസ് കൂട്ടാൻ കഴിയും. ഇങ്ങനെയൊക്കെ ചെയ്താലുള്ള ഗുണം എന്താണെന്നറിയോ? നമുക്ക് നിങ്ങളിപ്പോ 1 മണിക്കൂർ എടുത്ത് പഠിക്കുന്ന ഒരു കാര്യം ഈ ഒരു ഫോക്കസോട് കൂടി നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഒരു 15 മിനിറ്റ് കൊണ്ട് നിങ്ങൾക്ക് പഠിച്ചെടുക്കാൻ പറ്റും. 3/4 മണിക്കൂറാണ് അവിടെ ലാഭം. അപ്പൊ വേണോ വേണ്ടയോ എന്നുള്ളത് ആലോചിച്ച് നോക്കുക. ഇതൊക്കെ ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുക. വെറുതെ കേട്ടു പോയതുകൊണ്ട് കാര്യമില്ല. ചില ആളുകൾ ഇപ്പൊ വീഡിയോ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് തുറന്നു നോക്കിയിട്ട് പോയി അല്ലെങ്കിൽ കമന്റ് ഒക്കെ വായിച്ച് അങ്ങനെയൊക്കെ പോകുന്ന ആൾക്കാരുണ്ടാവും. അപ്പൊ അതെല്ലാം നമുക്ക് യൂസ്ഫുൾ ആയ കാര്യങ്ങൾ ഒന്ന് ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ.